ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിലാണ് ഈ അപകടമുണ്ടായത്. മാത്രമല്ല ഇപ്പോൾ ഈ ബേപ്പൂരിൽ ആംബുലൻസ് സർവീസൊക്കെ എത്തിയിട്ടുണ്ട്. കെ ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഈ ബേപ്പൂർ പോർട്ടിൽ നിലവിൽ ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ടു വരുന്ന 18 പേർക്ക് ചികിത്സ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള ഈ പ്രാഥമിക ഘട്ടങ്ങൾ ആയി അല്ലേ? പ്രാഥമിക ഘട്ടം നടപടികൾ എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ ബേപ്പൂർ തുറമുഖത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ ആംബുലൻസ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴും ബേപ്പൂരിലേക്ക് തന്നെയാണ് പരിക്കേറ്റവരെ കൊണ്ടുവരിക എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം പോർട്ട് അധികൃതർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ജില്ലകളിൽ ഇത്തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോഴിക്കോട് ബേപ്പൂർ പോർട്ടിലും ഒരു ആംബുലൻസ് എത്തിയിരിക്കുന്നത്. ഇവിടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കോ എവിടേക്കാണ് മാറ്റുക എന്നതനുസരിച്ച് ആളെ കൊണ്ടുപോകാനുള്ള സൗകര്യം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആംബുലൻസ് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പോർട്ട് ഓഫീസർ അല്പസമയം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തോട് ഈ ആംബുലൻസ് വന്ന ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത്, ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിലവിൽ ഔദ്യോഗികമായി നമുക്കൊരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല, എങ്കിലും ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ആംബുലൻസ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പോർട്ട് ഓഫീസർ ഹരി അച്യുത വാര്യർ പറഞ്ഞത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത തന്നെയാണ് കൂടുതലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവിടെ ആകുമ്പോൾ ഇമിഗ്രേഷൻ, അതേപോലെ തന്നെ കസ്റ്റംസ്, ഒപ്പം കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ഉയർന്ന സ്ഥാപനങ്ങളുണ്ട്. ഒപ്പം വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂരിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആംബുലൻസ് കൂടി പോർട്ട് പരിസരത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും എവിടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കപ്പൽ അടുക്കുന്ന ഒരു പോർട്ടല്ല ബേപ്പൂർ പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ ടഗ് സംവിധാനം ഇവിടെ നിന്നും പുറപ്പെടും എന്നാണ് പോർട്ട് ഓഫീസർ നേരത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ മാത്രമായിരിക്കും ടഗ് ഉൾക്കടലിലേക്ക് പോവുകയും അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ, പരിക്കേറ്റവരെ കോഴിക്കോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ആംബുലൻസിലേക്ക് എത്തുകയും ചെയ്യുക. ലതീഷ്, ഈ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യതയെങ്കിൽ കൂടിയും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലേ? തീർച്ചയായും വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ, 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക അറിയിപ്പ് എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് നേരത്തെ തന്നെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള നിർദ്ദേശം, ആംബുലൻസ് സംവിധാനങ്ങൾ ക്രമീകരിക്കാനും ആശുപത്രിയിൽ മതിയായ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനുമുള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആംബുലൻസ് ഇപ്പോൾ ഇവിടേക്ക് ബേപ്പൂർ തുറമുഖത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ മറ്റിടങ്ങളിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നത് സംബന്ധിച്ചൊന്നുമുള്ള ഔദ്യോഗിക വിവരം ലഭ്യമായിട്ടില്ല. കാരണം ഇത് ഉൾക്കടലിലാണ് അപകടം നടന്നത്. കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കരയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുക, അതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് വിവിധ ജില്ലകളിൽ ഈ തരത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഈ കരയിലേക്ക് എത്തുന്നവർക്ക് വിദഗ്ധ ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടം. ലതീഷ് പറഞ്ഞതുപോലെ തന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിലവിൽ ബേപ്പൂരിൽ ആംബുലൻസ് സർവീസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുക്ക് പറ്റിയവരെ അടക്കം കൊണ്ട് ഈ നേരെ ഇനി മംഗലാപുരത്തേക്ക് പോകും, അങ്ങനെയാണോ? അങ്ങനെയല്ല വർഷ. ഈ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ ചികിത്സ കോഴിക്കോട് തന്നെ, അതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. മംഗലാപുരത്തേക്കാണ് പരുക്കേറ്റവരെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലെന്നാണ് ബേപ്പൂർ പോർട്ട് ഓഫീസർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ആംബുലൻസ് വീണ്ടും വന്ന് നിർത്തിയ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം അപ്പോഴും പറഞ്ഞത്, നമുക്ക് ഇതുവരെ കോഴിക്കോട്ടേക്കാണ് പരുക്കേറ്റവരെ കൊണ്ടുവരിക എന്ന ഒരു നിർദ്ദേശം വന്നിട്ടില്ല. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇവിടെ അതിനനുസരിച്ചുള്ള ക്രമീകരണം
ഏർപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആംബുലൻസ് വന്നത്. ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല, കാരണം തുറമുഖമാണ്. എന്നാൽ ഇവിടേക്കാണ് കൊണ്ടുവരിക എന്ന് ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മീഡിയയ്ക്ക് മാധ്യമപ്രവർത്തകർക്കുള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും പോർട്ട് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പരുക്കേറ്റവരെ എവിടേക്കാണ് കൊണ്ടുവരിക എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഇനിയും വരേണ്ടതുണ്ട്. അത് പരുക്കേറ്റവരുടെ ആരോഗ്യനിലയും മറ്റും അനുസരിച്ചും ഏറ്റവും അടുത്ത് എവിടേക്കാണ്, ഏത് ആശുപത്രിയിലേക്കാണ്, ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുവരിക എന്നത് സംബന്ധിച്ചുമുള്ള കൃത്യമായ വിവരം ബേപ്പൂർ പോർട്ടിനും അതേപോലെ തന്നെ പോലീസിനുമെല്ലാം സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവൽ വിഭാഗവും കൈമാറും. അതിനനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങളിലുള്ള വരും മണിക്കൂറുകളിൽ തീരുമാനം ഉണ്ടാവുക.